ഹലോ, എല്ലാവരും ഓക്കെ അല്ലേന്ന് ഞാൻ ചോദിക്കണില്ല. കുറച്ച് പേരെങ്കിലും ഓക്കെ അല്ലാത്തത് കൊണ്ടാവും ഈ വീഡിയോ ക്ലിക്ക് ചെയ്തതെന്നറിയാം. ആരുടെയും ഒരുപാട് ടൈം എടുക്കുന്നില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് യൂസ്ഫുള്ളായി തോന്നി. സോ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് പേർക്കെങ്കിലും അത് യൂസ്ഫുള്ളാവും. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഈ ഡ്രോയിങ്, പെയിൻറ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് മാസ്റ്റർ പീസ് ക്രിയേറ്റ് ചെയ്തൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വലിയ ആർട്ടിസ്റ്റോ അങ്ങനെയൊന്നുമല്ല. നോർമലി എനിക്ക് പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ടൈം അതിൽ നിന്നും ഒന്ന് റിലാക്സ് ആവാൻ പെയിൻറ്റിങ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നോർമൽ ഡേയ്സ് എന്നെ കുറച്ചുകൂടെ ഹാപ്പി ആക്കാനും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നമ്മുടെ മെൻ്റലി നമ്മളെ കുറച്ചുകൂടെ റിഫ്രഷ് ചെയ്യുമെന്ന് തോന്നി. സോ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനാണ് ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ഇട്ട് തുടങ്ങിയത്. നമ്മളുടെ 100% എഫേർട്ട് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇടണു. അതിനുവേണ്ടി ദിവസങ്ങളല്ല, വർഷങ്ങൾ ചിലപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ റിസൾട്ട് നമ്മൾ ആഗ്രഹിച്ചൊന്നല്ല. സോ ഇത് മനസ്സിലാക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് റീസ്റ്റാർട്ട്. പക്ഷെ അതിന് പറ്റാതെ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിപ്പോയ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവില്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് റിലാക്സ്ഡ് ആവാൻ വേണ്ടി, കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പം കിട്ടിയ ഒന്നാണ് സെൻറ്റാങ്കിൾ ആർട്ട്. ഇവിടെ നമുക്ക് വരയ്ക്കാൻ അറിയുമോ എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. കാരണം സെൻറ്റാങ്കിൾ എന്നുള്ളത് ഒരു പെർഫെക്റ്റ് ആർട്ടല്ല. അതൊരു പീസ്ഫുൾ പ്രോസസ്സാണ്. ചെറിയ വരകൾ അല്ലെങ്കിൽ രൂപങ്ങൾ നമ്മൾ ആവർത്തിച്ചിവിടെ വരച്ചുകൊണ്ടിരിക്കും. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റാങ്കിൾ ആർട്ടിൻ്റെ പാറ്റേണാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. പേഴ്സണലി എനിക്ക് ഈ ഡ്രോയിങ് മെത്തേഡ് യൂസ് ചെയ്തപ്പോൾ മൈൻഡ് ഒന്ന് ഫോക്കസ്ഡ് ആവാനും നല്ല രീതിയിൽ റിലാക്സ്ഡ് ആവാനും ഹെൽപ്പ് ചെയ്തു. നമ്മുടെ മൈൻഡ് ഹാപ്പി അല്ലെങ്കിൽ നമുക്കൊരു റീസ്റ്റാർട്ട് ഉണ്ടാവില്ല. നമ്മുടെ ചുറ്റുമുള്ള ഒന്നും ഓക്കെ ആയിരിക്കില്ല. എല്ലാ ദിവസവും കുറച്ച് നേരമെങ്കിലും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. അത് നമ്മൾക്ക് ഒരു പോസിറ്റീവ്നെസ് തരും. ആ പോസിറ്റീവ്നെസ് നമുക്ക് ചുറ്റുമുള്ളവർക്കും കൊടുക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് കൂടെ ഒന്ന് പറയണേ. പോസിറ്റീവായിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.